Hey guys, welcome back to Mitch and Vlogs. This is day 2 of Goa trip and എല്ലാ വീഡിയോയിലും സോ ഇന്ന് ഇപ്പം ഞാൻ ലേറ്റ് ആയപ്പോൾ നേരത്തെ 10 ആയപ്പോൾ ഓൾറെഡി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ എന്നുള്ളത്. We are going to Dutsa. Yes, father. Police officer again. We are going to Dudhsagar waterfalls. First everyone's lost it. ഇന്നലെ രാത്രി ഞങ്ങൾ ജസ്റ്റ് ചെറിയ റൂമിങ് നടത്തിയുള്ളൂ. അടുത്തുള്ള ഏരിയാസ് ജസ്റ്റ് അടുത്ത് തൊട്ട് അവിടെ ബാക്കിൽ ബീച്ചാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ബാക്കിൽ ബീച്ചാണ്. ജസ്റ്റ് ഒന്ന് ബീച്ചിലൊന്ന് പോയി. ബട്ട് God, it felt so good. The sand was so clean, so soft. Sticky അല്ല. ആദ്യമായിട്ടാണ് എനിക്കൊരു ബീച്ചിൽ സാൻഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നാളെ ഇനി അതൊക്കെ ബാക്കി ഇന്ന് മാക്സിമം നമ്മളിപ്പോൾ നിൽക്കുന്ന നോർത്ത് ഗോവയിൽ ആയതുകൊണ്ട് ഇന്ന് സൗത്ത് ഗോവയിൽ പോയി കുറച്ച് സ്ഥലങ്ങൾ സൗത്ത് ഗോവയിലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ഇതാണ് ഇന്നത്തെ അജണ്ട. First and we are having it here. Hook and barrel. And we're having English breakfast, continental breakfast. ഭയങ്കര പോഷൻ ഇല്ല, ദോശയൊന്നും ഇല്ല. Okay, so this is our breakfast. So this is English breakfast, continental breakfast, extra toast, juice അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? Good. Good? You like it? Yes. And you? Luxury, lazy luxury. Lazy. Lazy luxury. Comfort luxury. Not like those one of those comfort food, like sushi. 3 hours later. ദുർച്ചാവിന് പോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറിയിരിക്കുകയാണ്. അവിടെ പ്രൈവറ്റ് ജീപ്പാണ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് ജീപ്പ് 4200 ആൻഡ് ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവറൊക്കെ എടുക്കും. അവിടെ ജീപ്പിലേ പോകത്തുള്ളൂ. നമ്മൾ പറഞ്ഞ വണ്ടിയിൽ പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇറങ്ങി അവരൊരു പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് നടന്ന് പോകണം വാട്ടർഫാളിലേക്ക്. 10 മിനിറ്റോളം നടക്കാനുണ്ട്. ഇവർ യൂഷ്വൽ 1.5 മണിക്കൂർ തരും നമുക്കിവിടെ വാട്ടർഫാളിനോട് സ്പെൻഡ് ചെയ്യണൊക്കെ. പക്ഷേ ഈ നടക്കുന്ന ടൈമെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പപ്പ കുറേ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെവി നോക്കുന്നില്ല. ടേക്ക് ഓൺ ഫോട്ടോ. ഓൾമോസ്റ്റ് 10 മിനിറ്റ് നമ്മളിതിൻ്റെ അകത്ത് നടക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളല്ല, എന്നാലും ഉണ്ട്. മങ്കീസൊക്കെ ഉണ്ട്. സോ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. എന്നാലും ദൂദ്സാഗറിൻ്റെ മൂട്ടിലെത്തി നമ്മൾ. മൺസൂണോ അങ്ങനത്തെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഭയങ്കര വെള്ളമൊന്നുമല്ല, എന്നാലും ആവശ്യത്തിനുണ്ട്. ആൻഡ് വരുന്ന വെള്ളം യെസ് പാലുപുഴ തന്നെയാണ് വരുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആൻഡ് മുകളിലേക്ക് നോക്കിയാൽ അതാണ് മറ്റേ ട്രെയിൻ പോകുന്ന മൺസൂൺ സീസണിൽ പറഞ്ഞ വെള്ളത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അത് ആ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ലുക്കും അതൊക്കെ വേറെ ആയിരിക്കും. അമ്മേനൊക്കെ എടുത്ത് ഹായ്. സോ ഇപ്പോൾ അവിടെ ഒരു ട്രെയിൻ, ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്ത് പോയി. ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ കാണുന്നവർക്ക് അറിയത്തൊരു ഷോപ്പിലും ഷോർട്ടായിരുന്നു. പക്ഷേ അത് VFX ആണെന്ന് എനിക്കറിയില്ല. എനിവേ ദ ഹോൾ തിങ് ഇസ് ദ ബെൻറ്റ് ഇസ് ദിസ് വൺ. ഇപ്പം മാറിയാലോ മൺസൂൺ അല്ലാത്തതുകൊണ്ട് വെള്ളം ഇത്രേ ഉള്ളൂ. ബട്ട് ലുക്സ് ഗുഡ് സ്റ്റിൽ. ഇവിടെയൊക്കെ ഇറങ്ങി ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതിന് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. എന്താണ് അതിന് തവള വെള്ളത്തിൽ കിടന്ന് പെടയണോ പോലെ. ഭയങ്കര റിസ്ക്കാണ്. കാരണം ആക്ച്വലി നല്ല ഡീപ്പും സ്ലിപ്പറി റോക്സും ഒക്കെയാണ്. എന്നാലും ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റിൽ വെച്ചാണ് ഇറങ്ങുന്നത്. അങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ബ്ലോക്ക്ഡാണ്. പക്ഷെ ഇത്രയും ഉണ്ട്. എന്നാലും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അവൾക്ക് അവളുടെ കാല് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ കാലൊക്കെ ഫോക്കസ് ചെയ്യണം. എന്തിനാണെന്ന് എനിക്കറിയില്ല.
ഓ നിന്റെ കൊലിസ കാണിക്കാനാണോ? ഊഞ്ഞാലാന്ന് അമ്മ അത് പൊട്ടി വീഴിക്കടാ. എടുത്തെടുത്ത് ഓ മതി മതി. എന്തോ അത് പെൻഡിലോടെ ഇത്. ആ ആ മതി ആട്ടം വാ. An eternity later. അപ്പോൾ നമ്മൾ ദൂദ്സാഗറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി ഇപ്പം. സോ എന്നാ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കോള ബീച്ച് പോകണമെന്ന് വിചാരിച്ചു, വിച്ച് ഇസ് മോർ സദൺ. അതിപ്പം ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ മോർ ടൈം. സോ വി ട്രൈ ടു ഫൈൻഡ് സംവെയർ ലിറ്റിൽ ബിറ്റ് മോർ നോർത്ത്. വി ആർ റൈറ്റ് നൗ ഇൻ ദ ഏരിയ നിയർ ടു വാസ്കോ ഡ ഗാമ. ആൻഡ് വി ആർ ഗോയിങ് ടു ഇവിടെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ടെന്നുണ്ട്. ജാപ്പനീസിൻ്റെ എസ്തെറ്റിക്സിലൊക്കെ എന്തോ ചെയ്തൊരു ഗാർഡൻ. ആൻഡ് മൈ സിസ്റ്റർ ലവ്സ് ജാപ്പനീസ് തിങ്സ് എ ലോട്ട്. സോ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പോകണമാണ്. നൗ ദ ടൈം ഇസ് അറൗണ്ട് 6:15. സോ ഓൾറെഡി നല്ല ലേറ്റ് ആയി. സോ വി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ്. വി വർ ഹംഗ്രി ബട്ട് കുറച്ച് നേരമ്പോൾ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹംഗ്രി. ആൻഡ് മോസ്റ്റ്ലി ഗോവയിൽ മൊത്തം ബീച്ചസ് അല്ല കേട്ടോ. ഇത് മോസ്റ്റ്ലി ഞങ്ങൾ കണ്ടെടുത്ത് മൊത്തം കാടാണ്. ആൻഡ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈവൻ സാധാരണ കാട്. ഇറ്റ്സ് ലൈക്ക് കാട് ഹാവിങ് ആക്ച്വൽ വൈൽഡ് ലൈഫ് എന്നുള്ള രീതി. ലൈക്ക് ആൻഡ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ചുമ്മാ കാട്ടുപോത്ത്. കാട്ടുപോത്തോ മാന് ചെറിയ ചെറിയ പാമ്പുകൾ അതൊന്നുമല്ല. കരടി, പാമ്പർ, ടൈഗർ ഐറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ. സോ അപ്പം മോസ്റ്റ്ലി കാടിൻ്റെ ഏരിയ കൂടെ ട്രാവൽ ചെയ്യുന്നത്. സോ അവിടെ ഒന്നും കഴിക്കാനോ അങ്ങനെ പ്രോപ്പറായിട്ടൊരിതില്ല. ദൂദ്സാഗർ പോകുന്ന വഴിയിലേക്ക് 2-3 റെസ്റ്റോറൻറ്റ്സ് ആർ ഓപ്പൺ ബട്ട് ഓൺലി ടിൽ എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ബിക്കോസ് ദൂദ്സാഗറിലെ എൻട്രി ഈസ് ഓൺലി അലൗഡ് ടിൽ 3 PM. അപ്പം അതിനും 3 ഒക്കെ ആകുമ്പോൾ അവിടുത്തെ കടകളും പരിപാടി എല്ലാവരും പൂട്ടി ആൾക്കാർ അങ്ങ് വീട്ടിൽ പോകും. അങ്ങനെയാണ്. സോ ഞങ്ങൾ പോയ സമയത്ത് ഓപ്പൺ ഒരു കട അതിന് ശേഷം അവിടെ ഓപ്പൺ അല്ലേ. പ്രാക്ടിക്കലി എംപ്റ്റി റോഡ്. അങ്ങനെയാണ്. രാത്രിയൊക്കെ അതുവഴി പോയതിലേക്ക് കാരണം അത് ബോർഡറിന്റെ അടുത്തും കൂടെയാണ്. ഈ ദൂദ്സാഗർ ക്രോസ് ചെയ്യുന്ന മുമ്പ് തൊട്ടെത്തുന്നത് ദ ബോർഡർ ക്രോസിംഗ് ടുവേർഡ്സ് കർണാടക. ഞങ്ങൾ ഓൺ ദ വേ വന്നപ്പോൾ ഈ ഒരു സാധനം കണ്ട്. നമ്മൾ ബീച്ച് അടുത്ത് വരുന്നതാണ്. ഇവിടെ ലൈക്ക് ദിസ് ഇസ് മോർലി ലൈക്ക് വാട്ടർ ട്രാപ്ഡ്. ഇറ്റ്സ് എ ഫ്ലാറ്റ് ഏരിയ ഓഫ് ലാൻഡ്. ഇറ്റ്സ് ലൈക്ക് ടൈഡ് ഔട്ട് ടൈം. സോ ഇവിടെ വെച്ചിട്ട് തുരുമ്പിച്ച കപ്പൽ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ആനന്ദത്തിൽ ലൈക്ക് അവരെന്നെ ടാറ്റു ഒഴിക്കാൻ പോകുമ്പോൾ അവൻ ബോധം കെട്ടു പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അവൻ്റെ കിഡ്നി എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നിരിക്കുന്ന ആ സീൻ അതിവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണോ എന്നൊരു ഡൗട്ടില്ലാതില്ല. കാരണം ആ ഒരു വൈബാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു കപ്പൽ ആ ഒരു സാധനം കണ്ടിട്ട് അതുപോലെ ഉണ്ട് അത് കാണാൻ. A few moments later. സോ നമ്മൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് ജാപ്പനീസ് പാർക്ക്. പാർക്കൊക്കെ ഒന്നൊരു സാധാരണ ഒരു പാർക്കാണ്. ജാപ്പനീസ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് പോകണമെന്നുള്ളൂ. പക്ഷേ ഇത് താഴെ ഈ വാസ്കോ ഗാമ സിറ്റി കഴിഞ്ഞിട്ടാണ് ഈ ബീച്ച്. ഈ പാർക്കിൻ്റെ അകത്തോടാണ് ബീച്ച്. അതുവഴി ഒരു വഴിയുണ്ട്. അതുവഴി ഇറങ്ങി കുറേ കുത്തനെ ഇറങ്ങി അത് വഴിയൊക്കെ ഇറങ്ങിയാണ് ആ ബീച്ചിൻ്റെയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്കതിനുള്ള എനർജി ഇല്ല. മമ്മിയിലെല്ലാം പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എന്തായാലും വയ്യ. ഇറങ്ങാനും വയ്യ, കയറാനും വയ്യ. പക്ഷെ ഇവിടെ നിന്ന് വ്യൂ ആണെങ്കിൽ നല്ല സുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്തായാലും ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. തിരിച്ച് കിടക്കും. അവര് തന്നെ നല്ല ആരോഗ്യമുള്ളവര് തന്നെ തളർന്നു ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഇതും കണ്ടു. ഇതാണ് ആ പള്ളി. എത്ര സിനിമകളുടെ പള്ളി. എനിക്കറിയാവുന്ന ഷാരൂഖ് ഖാൻ ഐശ്വര്യ റായുടെ ഒരു ഫിലിമുണ്ട്, അവർ ട്വിൻസ് ആയിട്ടുള്ള. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. പിന്നെ ദിൽവാലയിലുണ്ടത്. ഐ തിങ്ക് ചൈന ടൗണിലുണ്ട്. പിന്നെ എന്തോരോ സ്ഥലങ്ങളത്. പക്ഷെ ഇപ്പൊ റെനോവേഷൻ്റെ ഇതായിട്ട് ക്ലോസ് ചെയ്തേക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ ഇതൊരു പോർച്ചുഗീസ് ടൗൺ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ കണ്ടാലും കണ്ടു ഇങ്ങനെയൊക്കെയാണ്. അതെ ഇവർ ഇവിടെ ഇപ്പോൾ ഉണ്ട്.
കാണിച്ചില്ല കണ്ടില്ല എന്ന് പറയുന്നത്. 1 hour later. സോ ഞങ്ങൾ ഇവിടെ ക്യാറ്റ് ഫിഷ് അല്ല ഫാറ്റ് ഫിഷ് മാറുവേ ഞങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ഒരാൾക്ക്. സോ അതിപ്പോ 2 ഗ്ലാസ് കൊണ്ടുവന്ന് ഇതാണ് ഒരാൾക്ക്. ഇത് മണത്ത് നോക്കൂ, മണത്തിട്ട് റിയാക്ഷൻ പറയൂ. ഓക്കെ, ആൻഡ് അതിന്റെ കോമ്പിനേഷൻ ലിംകയുടെ കൂടെയാണ് വരുന്നത്. പ്രൊവൈഡഡ് ഐസ് ടു ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ അതിന്റെ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കലാണ്. സോ ഇത് നമുക്ക് മിക്സ് ചെയ്യുന്നോ? 2 ഗ്ലാസ് കൊണ്ടുവന്ന് ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഈ ഒറാക്കിന്റെ കൂടെ ലിംകയും ലൈം വെജസും ചില്ലിയും മിക്സ് ചെയ്തിട്ടുള്ളതാണ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ലെമണേഡ്, പിങ്ക് ലെമണേഡ് ഇട്ടിരുന്നു എന്ന് തോന്നുന്നു. ലൈക്ക് ഹ്യൂജ് ഡോളപ്പ് ഓഫ് ഐസ്. Do we have more? പപ്പയ്ക്ക് ബോർ അടിച്ചിട്ട് പപ്പ ഒരേക്കനോ സ്പൈസസ് നക്കിക്കൊണ്ടിരിക്കുന്ന ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആദ്യം എന്തായാലും മമ്മിയുടെ ആരുടെ ബോസിന്റെ സ്ട്രോ എന്തിനാണ് പിന്നെ? അതൊരു കമ്പാ? ഓ, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ടാ? ഓ, ഐ തോട്ട് ഇറ്റ് വാസ് സ്ട്രോ. How was that? Like it? ലല്ലു, മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ലല്ലു ഇന്നത്തെ കോസ്മോ എവിടാ? അയ്യോ, I don't understand it. Like I can taste the pungent apple thing. എന്നിട്ട് ഉപ്പ്, എന്നിട്ട് ചില്ലിയുടെ ഒരു ടിഞ്ച്. I'm still stuck in the pungent part. പഞ്ചൻസി നിൽക്കുകയാണ് ഇവിടെ. പക്ഷെ നമ്മുടെ അവിടെ അതാണ് നമ്മുടെ മറ്റേ ഇതല്ലേ കല്ലിന്റെ ഒരു ഇഫക്റ്റാണ്, അത്രേ ഉള്ളൂ. കുടുങ്ങിയിരിക്കണത് എണീക്കാൻ പറ്റാതെ ഇരിക്കുന്ന മമ്മി. രമേശ് എണീക്കൂ, രമേശ് എണീക്കൂ. അമ്മ ഇത് യൂട്യൂബിൽ വരും. ഫെനി ജിനു, ഉറാക്ക് ജിനു. കുറെ കൂട്ടാണ് ഇപ്പൊ അതുപോലെ ഉണ്ട് കാണാ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഒരാക്കടിച്ച് കിളി പോയ 3 പേരെ കണ്ടോ നാട്ടുകാര്. ക്രാബിനെ കിട്ടി അമ്മ, കിട്ടി.